നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിൽക്കാണ്ട് പോയി കൂടെ? ഞാൻ ഇവിടെ കുറച്ചു നേരം വെറുതെ നിൽക്കട്ടെ. എന്തിനാ വെറുതെ നിൽക്കണ്? വെറുതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ 2 വർഷം വിറക് കൊണ്ട് തരാം, കുത്തി കീർത്താൻ എനിക്ക്. വെറുതെ മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കരുതിട്ടാ. ഇപ്പൊ എന്താ നമ്മുടെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടല്ലോ? എന്ത്? മറ്റേ എങ്ങനെയായിരുന്നു? കാണാൻ സൂപ്പറായിരുന്നു. ആണോ? അത്തവിട്ടുള്ള ജാതകം ആരെങ്കിലും നോക്കാറുണ്ട്? ഇത്രയും വർഷമായില്ലേ അമ്മ, അതൊക്കെ മറക്കുക. അങ്ങനെ മറക്കണ എങ്ങനെയാ ജമന്തി? അങ്ങനെ മറക്കാൻ പറ്റുമോ? ഹൃദയത്തിൽ തോന്നിയ സ്നേഹം അങ്ങനെ സ്നേഹവും പ്രേമവും മറിഞ്ഞിട്ടില്ലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അല്ലടി, നമുക്ക് അവിടെ പോയിരുന്ന വിശേഷം പറയാം. വീട്ടിൽ കഴിച്ചോണ്ട് പറയാം. വാ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. കാരണം നമുക്ക് ആരുമില്ലല്ലോ ചോദിച്ചു മേടിച്ച് കഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശക്കുമ്പോ ഞാൻ ചോദിക്കാം. അത് പറ്റില്ല, ഞങ്ങളുടെ അമ്മാവനല്ലേ. അമ്മ വിശന്നിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ കഴിക്കും? വാ ജമന്തി, നിങ്ങൾ ആരും കൊടുക്കണ്ട, എന്റെ അമ്മാവന് കൊടുക്കാൻ എനിക്കറിയാം കേട്ടോ. വാ അമ്മാവ, നമുക്ക് അവിടെ നല്ല അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ. എത്ര ദിവസം ഉണ്ടാവും? ഏണ്ട കടന്ന് ആരും ഉണ്ടാവും. തങ്കോ, തങ്കം അങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ട് അമ്മാവന്. ഒന്നും നിങ്ങളൊന്ന് പൊയ്ക്കാ, ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ. അതെ അമ്മാവ, സീരിയസ് ആയിട്ട് പറയാം, അമ്മ അവിടെ നിന്ന് വിഷമിച്ചിരിക്കുകയാണേ. അമ്മയും കഴിച്ചിട്ടില്ല. വാ, അതൊക്കെ വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളൂ. ഇതെനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും പിന്നെയും കിടന്നുകൊണ്ട് വലിയ ജാട കാണിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്. എടി, ഞാനിവിടെ വെറുതെ നിൽക്കണേന് നിങ്ങൾക്ക് എന്താ? വെറുതെ നിൽക്കണ്ട. വാ, ഒന്നാമത് എന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. അതാ പറഞ്ഞ തങ്കം തരാന്ന്. ഞാൻ അങ്ങോട്ട് വന്നോളാം. പൊക്കോ. എന്റെ വീടൊന്നും അല്ല അത്. വാ, എനിക്കിപ്പോ വേണ്ട. അമ്മാവനും കൂടെ ഉള്ള വീടാ. വാ, നീ ഇങ്ങോട്ട് വാ. നീ പൊയ്ക്കാണ്. എത്ര വിളിച്ചിട്ട് നീ വരൂലെന്ന് വെച്ചാൽ കഷ്ടമാണ് കേട്ടാ. നീ കഴിച്ചില്ലെങ്കിൽ ഞാനും ഇവിടെ നീ ഒന്നും കഴിക്കുന്നില്ല. നീ വന്ന് കാപ്പി കുടിക്കാനാണ് പറഞ്ഞത്. അമ്മാവന് വേണ്ടാന്ന്, വിശക്കണില്ലാന്ന്. അതെ, ഞാൻ വിശക്കുമ്പോ വന്നോളാം. ചേച്ചി പോയി കഴിച്ചു. നീ കഴിക്കാതെ ഞാനെങ്ങും കഴിക്കുന്നില്ല. കഴിക്കില്ല. വയസ്സുകാലത്ത് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ല അസുഖം വരും കേട്ടോ. അറിയാലോ എനിക്ക് അസുഖമാണെന്നുള്ളത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വന്ന് കഴിക്കും. നീ കഴിക്കാതെ ജലപാനം ഞാൻ ചെയ്യത്തില്ല. അത് തീർച്ചയുള്ള കാര്യം തന്നെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് നീ ഞാൻ കഴിക്കേണ്ട നേരത്തിന് കഴിക്കേണ്ട ഒന്നും അസുഖം വരുത്തണ്ട. വാ.